ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നാട്ടിലെ വിശേഷങ്ങൾ തന്നെയാണുള്ളത്. ഇത് ഞാൻ നാട്ടിൽ പോയതിൻ്റെ പിറ്റേ ദിവസം നാട്ടിൽ പോയി അതിൻ്റെ പിറ്റേത്തെ ദിവസം എടുത്ത വീഡിയോ. ഇതെൻ്റെ അനിയത്തിൻ്റെ കൃഷി സ്ഥലമാണ് കേട്ടോ. പിന്നെ രാവിലെ എഴുന്നേറ്റ് സ്വഭ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിരുന്നതിന് അപ്പം തന്നെ എന്നെ വിളിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൃഷി കാണിച്ചു കൊടുക്കുക പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള കൃഷിയാണ്. ഫസ്റ്റ് ടൈം അവളെന്തെങ്കിലും വെച്ച് പിടിപ്പിക്കുന്നതല്ലോ. ഉമ്മ എല്ലാം ചെയ്യലുണ്ടേനു. ഉമ്മ ഉള്ള സമയത്ത് നമ്മളെ വീട്ടിൽ, ഇവളെ വീട്ടിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കൃഷിയല്ലോ. ചെടീനോടൊന്നും താല്പര്യമില്ല കേട്ടോ. അവൾക്ക് ഇങ്ങനെ പച്ചമുളക്, തക്കാളി, ചീര ഇതൊക്കെ വെക്കാനാണ് ഇഷ്ടം. അപ്പോൾ നന്നായിട്ട് ഉണ്ടായിട്ടുമുണ്ട് മാഷാല്ലാ. നമ്മളെ മധുരക്കിഴങ്ങുണ്ട്, പച്ചമുളകുണ്ട്, ഇനിയും ഒരുപാട് ആയി വരുന്നതും. കപ്പ വെച്ചിട്ടുണ്ട് ഒരു സൈഡിൽ, തക്കാളിമാർ ഒരുപാട് വെച്ചിട്ടുണ്ട്. ഒക്കെ അവിടെ കുറേ സ്ഥലമുണ്ട്, അതുകൊണ്ട് നല്ലതാണ്. എന്തും വേഗം പെട്ടെന്ന് പിടിച്ച് വരും. ഇങ്ങനെ പാറ സ്ഥലമൊന്നുമല്ല, നല്ല നല്ല മണ്ണാണ് അവിടുത്തത്. അങ്ങനെ ഒരുപാട് കൃഷികളുണ്ട് നോക്കാമെന്ന് വിചാരിച്ചാൽ. എന്താ കാന്താരി മുളകുണ്ട്. കാന്താരി മുളക് അങ്ങനെ വേഗമൊന്നും ആയി കിട്ടില്ല നമ്മളെ വീട്ടിൽ. അപ്പോൾ അവളെ വീട്ടിൽ കാന്താരി ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കുറേ മുന്നേ വെച്ചതാണ്. ഇപ്പോൾ പുതിയ പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. ഇതെന്നാ സംഭവം എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തൊക്കെയോ അവൾ പറഞ്ഞിന്, എന്തൊക്കെയോ കാണിച്ചെന്നിന്. ഇതെന്താ ഞാൻ കാണിച്ചു തരുന്നതെന്ന് നമുക്ക് മനസ്സിലായി. നമ്മളെ എന്താ മഴത്തുള്ളി, ഇത് നമ്മൾ പണ്ട് സ്ലേറ്റിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്ലേറ്റിൽ ഇതെല്ലാം പോവാൻ, ചോക്കിൻ്റെ ഇതെല്ലാം പോകാൻ വേണ്ടിയിട്ട് ആക്കലില്ലേ, വെള്ളം തുള്ളിയാ മഴത്തുള്ളിയാ എന്തോ പറയും അതിന്. ഭയങ്കര ഇതുണ്ടായിരുന്നു ഒന്ന്. പിന്നെ മഷിച്ചപ്പ്, ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് എവിടെയാണ് ഉള്ളതെന്ന് നോക്കിയിട്ട് പൊട്ടിച്ചിട്ട് ബാഗിൽ വെക്കും. സ്കൂളിൽ കൊണ്ടുപോയിട്ട് സ്ലേറ്റിലെല്ലാം എഴുതി കഴിഞ്ഞാൽ അത് മായ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു നോസ്റ്റു ഫീൽ അടിച്ചതാണ്. പിന്നെ ഇത് നല്ല മണമുള്ളൊരു ഫ്ലവറാണ് കേട്ടോ. നല്ല സ്മെല്ലുണ്ട്. എന്തോ പേര് പറഞ്ഞു, ഇതിൻ്റെയൊക്കെ പേര് അവൾ പറഞ്ഞിന്. ചെടികളില്ല പറഞ്ഞിതായി ഒരു ഇത്തിരി പൊടി ചെടി അതിൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡ് വെച്ചതാണ് ചെടികൾ. പിന്നെ ചക്ക, മലയാളക്കാരെ നമ്മളെ വികാരമായ ചക്ക. ഇതൊരു വെള്ളരി ഉണ്ടായതാണ്. അതെനിക്ക് പൊട്ടിച്ച് തന്നതാണ്, കഴിച്ചോ എന്നും പറഞ്ഞിട്ട്. പിന്നെ ചക്ക എനിക്കിവിടെ അങ്ങനെ കിട്ടൂല, ഇവിടെ മഹാരാഷ്ട്രയിൽ ചക്ക. അപ്പോൾ ചക്കയും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പഴുത്ത ചക്ക കഴിക്കാനാണ് ഇഷ്ടം, അങ്ങനെ വെച്ചിട്ടൊന്നും അധികം ഇഷ്ടമല്ല. അപ്പോൾ ഇതാ കൃഷിയെല്ലാം കണ്ട് വരുമ്പോഴേക്ക് രാവിലെ തന്നെ ചായ കാച്ചി, നല്ല കട്ടൻ ചായയും പിന്നെ കലത്തപ്പം കൊണ്ടാവിനേനു ആവി എൻ്റെ അനിയത്തി. അപ്പോൾ കലത്തപ്പോ എന്തൊക്കെയാണ്, പയ്യോളി, മിച്ചർ, എന്താ പിന്നെ പറഞ്ഞാൽ അച്ചപ്പം. ഈ അച്ചപ്പം ഉണ്ടാക്കുന്നിടത്തുനിന്ന് വാങ്ങുന്നതാണ്. പിന്നെ അവൾ കഴിക്കുന്നത്, അവൾ പ്രഗ്നൻ്റാണ്. എൻ്റെ അനിയത്തി ഇപ്പോൾ 4 മന്ത് പ്രഗ്നൻ്റാണ്. അപ്പോൾ അവൾ കഴിക്കുന്നത് ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയി ഒരു മിക്സ്ചറാണ്. എനിക്ക് പിന്നെ ഇവിടുന്ന് ഇതൊക്കെ രാവിലെ വരുന്ന വിരുന്നുകാരാണ് കേട്ടോ. വിരുന്നുകാരെന്നല്ല, വീട്ടുകാരാണ്. ഡെയിലി വരും അവിടെ. ഞാനൊരു 6 മാസം മുന്നേ അവിടെ പോയിട്ടുണ്ടേനു അനിയത്തിൻ്റെ വീട്ടിൽ. അപ്പോൾ ആ സമയം മുതൽ ഞാൻ കാണുന്നതാണ്. രാവിലെ നമ്മളവിടെ പുറത്തിരുന്നിട്ടാണ് ചായ കുടിക്കുക. ഇങ്ങനൊന്നും അനങ്ങാത്തെ, എനിക്ക് വെറും ആക്ഷൻ മാത്രമേ സൗണ്ട് വരെ വരുന്നില്ല. ഇവക്ക് ആക്ഷൻ മാത്രമേ വരുന്നുള്ളൂ. പിള്ളേരൊന്നും യൂട്യൂബിലിട്ട പ്രശ്നമില്ലല്ലോ. അവൻ നീ വരണ്ട. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ശരിക്കും പറയും നമ്മളെ മമ്മീന്റെ ചാനൽ അവര് മാസത്തെ പറ്റിന്ന് പറയേണ്ടി വരും. ഇത് 2 മക്കൾ ഇവന്റെതും 2 മക്കൾ അനിയത്തിൻ്റെതും. അതെ, ഞാൻ ഇതിൽ പങ്കില്ല. ഒരു പെണ്ണിനെ കൊണ്ട് പറ്റില്ല. ഇത് ആങ്ങളുടെ കൂടെ പുറത്ത് പോകുന്നതേനു. ആങ്ങളെ പുറത്ത് വന്ന ശേഷം നമ്മൾ പുറത്തേക്ക് പോകുന്നതേനു. കുട്ടികളെല്ലാം കൂടിയിട്ട് കുറേ നാൾ കൂടിയിട്ട് കണ്ടത് ആങ്ങളുടെ മക്കളാണ്. അനിയത്തിൻ്റെ കുട്ടികളെ ഞാൻ നാട്ടിൽ പോകുമ്പോൾ കാണലുണ്ട്. കുട്ടികൾ പിന്നെ ഉണ്ടാവുമല്ലോ നാട്ടിൽ. ആങ്ങളുടേത് പിന്നെ വെക്കേഷനിലല്ലേ വരുള്ളൂ. ഇപ്പോൾ 1 വർഷത്തിൻ്റെ ശേഷം 1.5 വർഷത്തിന് ശേഷമായിട്ടും കാണേണ്ടതാണ് കുട്ടികളാണ്. അപ്പോൾ അതിൻ്റെ ഒച്ചപ്പാടാണ് ഈ വണ്ടിയിൽ. ഇതല്ലേ മറ്റേ നമ്മളെ വിളിമ്പിക്ക, എന്താ ഇതിന് പറയുക, ഇരുമ്പാമ്പുളി, അതും കഴിക്കുന്നുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ നടുക്ക് വണ്ടിയിൽ നിന്ന്. എനിക്ക് ചില സമയം AC-ൻ്റെ സ്മെല്ലിനോട് ഇങ്ങനെ ഛർദി വരും, തലവേദനയും.
അപ്പോൾ 4 കുട്ടികളാണെന്നുള്ളത്, 2 കുട്ടികൾ അനിയത്തിൻ്റെതും 2 കുട്ടികൾ ആങ്ങളുടേതും. 2 പെൺകുട്ടികൾ അനിയത്തിൻ്റെത് അല്ല ആങ്ങളുടേത്, ഒരാണും ഒരു പെണ്ണുള്ളത് എൻ്റെ അനിയത്തിൻ്റെ മക്കൾ. എല്ലാവരും എന്നെ മമ്മി എന്നാണ് വിളിക്കുക. നമ്മളെ വീട്ടിലെ എല്ലാ മക്കളും മമ്മി വിളിക്കും. എൻ്റെ ഹസ്ബൻഡിനെ ഡാഡി എന്നും പപ്പ എന്നും വിളിക്കും. അപ്പോൾ പുറത്ത് പോയി ചൊക്കാൻ ബിരിയാണി പറഞ്ഞൊരു ബിരിയാണി സ്പോട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ല ടേസ്റ്റുള്ള ബിരിയാണി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളെ അവിടെ കൂട്ടിപ്പോയതാണ്. മന്തി കഴിക്കാൻ കൂട്ടിപ്പോയതേനു, യമനി മന്തി പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ ഗ്യാസിൻ്റെ കാരണം എല്ലാ ഷോപ്പും ബന്ധാണ്. അപ്പോൾ പിന്നെ ഇവിടെ പോയിട്ട് ബിരിയാണി കഴിച്ച്, അവിടുന്ന് ബിരിയാണി കഴിച്ച് പിന്നെ എൻ്റെ ഒരു ഇളയമ്മ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ പോയതാണ്. അപ്പോൾ അവിടെ പോകുമ്പം തന്നെ കണ്ട കാഴ്ച നല്ല പച്ച മാങ്ങ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ പിന്നെ ഞാൻ വീട്ടിൻ്റെ ഉള്ളിലേക്കൊന്നും അധികം കയറിയില്ല. ഞാൻ ഈ വളപ്പിലൂടെയും മുറ്റത്തൂടെയും നടക്കുന്നതിനുള്ള. അപ്പോൾ ഇവിടുന്ന് ഞാൻ കുറച്ച് ചെടികളെല്ലാം കൊണ്ടുവന്നതിന് ഇങ്ങനെ പൂനെയിലേക്ക് കൊണ്ടുവരും. അവൾ പറിച്ചിട്ട് മണ്ണോടെ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലെല്ലാം ഇട്ടിട്ട് എനിക്ക് കെട്ടിയിട്ട് തരും. ഇപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊട്ടിച്ചോ, കുറച്ച് ചെടികൾ ഒരുപാടുണ്ട്. പിന്നെ ഞാൻ വരാൻ പിന്നെയും 3 ദിവസം ബാക്കിയുണ്ടല്ലോ. അപ്പോൾ പിന്നെ അത് ഇങ്ങനെ കേടായി പോകും. അതുകൊണ്ട് ഞാൻ ചെടി പറിക്കാൻ തന്നില്ല. ഇതാ മാങ്ങ കൊക്ക കെട്ടി പറിക്കലാ, മത്സരിച്ച് പറിക്കലേനു. അവളും കൂടി അവൾ കുറേ കാലം കാണാത്തതിൻ്റെ പരിഭവം പറിച്ചലും ഉണ്ടേനും. കുറേ ഇങ്ങനെ എന്താ പറയണ്ടേ, കുറേ നാളിൻ്റെ ശേഷം പോയിട്ടൊരു സത്യത്തിലൊരു ലോട്ടറി അടിച്ചൊരു ഫീൽ തന്നെ. അത്രയ്ക്ക് നമ്മൾ എൻജോയ് ചെയ്തിന് അവിടെ നിന്ന്. അപ്പോൾ സമയം ഉണ്ടായിരുന്നില്ല, എല്ലാവർക്കും കുറച്ച് സമയം. പിന്നെ അവിടുന്ന് മാങ്ങയെല്ലാം പൊട്ടിച്ച് അവൾ വെള്ളമൊക്കെ കലക്കി തന്ന് ഫുഡൊക്കെ കഴിക്കാൻ വിളിക്കണ്ടേനു. അങ്ങനെ അപ്പോൾ അവിടുന്ന് പിന്നെ അവൾ വിടുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആങ്ങൾക്ക് അന്ന് രാത്രി തന്നെ 8:30 ബസ്സേനും, അതും കാസർഗോഡ് നിന്നാണ്. അവൻ്റെ ഭാര്യ വീട് കാസർഗോഡാണ്. അവിടെയാണ് കുട്ടികളുണ്ടായിരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഏപ്രിലിൽ ക്ലാസ് ഉണ്ട് പറഞ്ഞ് മെയ്യിൽ ചുട്ടിയുമാണ്, അങ്ങനെയാണെന്ന് തോന്നുന്നു. അവിടെ എന്തോ പറഞ്ഞ് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പം നമ്മളെ വീട്ടിലാക്കിയിട്ട് വേണം അവനിക്ക് അവൻ്റെ ലഗേജ് കൊടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട്. നമ്മളെ വീട്ടിലാക്കി കണ്ണൂരിൽ നിന്ന് പിന്നെ അവൻ കാസർഗോഡേക്ക് പോയി. കാസർഗോഡ് നിന്ന് 8:50 ബസ്സിന് ബാംഗ്ലൂരേക്ക് പോയി. അന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എവിടെയും ഒരുപാട് നിൽക്കാനൊന്നും സമയം ഉണ്ടായിട്ടില്ല. നമുക്ക് കുറച്ച് കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ടായിരുന്നു, കുറച്ച് വില്ലേജ് പോകേണ്ടതുണ്ടായിരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അന്നത്തെ ദിവസം കഴിഞ്ഞു. പിന്നെ അവിടുന്ന് പിന്നെ വേറൊരു ഇളയമ്മാൻ്റെ വീട്ടിലേക്ക് പോയി. എൻ്റെ ഉമ്മക്ക് 2 അനിയത്തിയാരും ഒരാങ്ങളെ. ആങ്ങളെ നിൽക്കുന്നത് കുറച്ച് ദൂരെയാണ്. ആങ്ങളെ ഇപ്പം ഇല്ല, മരണപ്പെട്ടു. അവരെ വീട് കുറച്ച് ദൂരെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോയിട്ടില്ല. അങ്ങനെ അവിടുന്ന് ഒരു ഇളയമ്മാൻ്റെ വീട്ടിലേക്ക് വന്ന് ബില്ലികളെ പൂച്ചകളെ കണ്ടില്ലേ, അത് വേറൊരു ഇളയമ്മാൻ്റെ വീട്. അവിടുന്ന് പിന്നെ ഇളയമ്മാൻ്റെ മോന് നിൽക്കുന്ന വീട്ടിലേക്ക് വന്ന് ഈ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് 4 ദിവസമേ നാട്ടിലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എല്ലായിടയ്ക്കും പോയിന്. ചില സമയം ഒരാഴ്ച നാട്ടിലേക്ക് ഉണ്ടായാലും ഞാൻ ചിലപ്പോൾ പോവില്ല അങ്ങനെയൊന്നും. ഇതിപ്പോൾ വെള്ളം കൊണ്ടുവന്നാണ്ട് പണ്ട് എൻ്റെ ഉമ്മ അങ്ങനെയാണ്. നമ്മളെ വീട്ടിലെ വെള്ളം വറ്റി കഴിഞ്ഞാൽ എൻ്റെ ഉമ്മ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ വരും. അപ്പോൾ അവിടെ നിന്നപ്പോൾ റോഡ് മേലോട്ട് അവർ പോകുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് സൈഡൊന്നും കാണിച്ചിട്ടില്ല, ഫേസ് കാണിച്ചിട്ടില്ല. ഞാൻ കുറച്ച് അങ്ങോട്ടേക്ക് എത്തിയാൽ ബാക്ക് സൈഡ് ഇങ്ങനെ അവർ കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നിയിട്ട് അങ്ങനെ എടുത്തൊരു വീഡിയോ. അങ്ങനെ പിന്നെ അവിടെ പോയി ഇവിടെ ഇറക്കിയിട്ട് എൻ്റെ ആങ്ങളുടെ 2 കുട്ടികളെയും കൂട്ടിയിട്ട് കാസർഗോഡേക്ക് പോയിന്. നമ്മളിവിടെ രാത്രി വരെ ഉണ്ടായിരുന്നു. ഇതൊരു വാടകയ്ക്ക് നിൽക്കുന്ന വീടാണ്, ക്വാർട്ടേഴ്സ് എന്നാണ് പറയാം. അപ്പം ആ ഫ്ലാറ്റിൻ്റെ ഗാലറിയിൽ നിന്നപ്പോൾ കണ്ട വ്യൂ ആയത് നല്ല ഉണ്ടായിരുന്നു. വൈകുന്നേരം അവിടെ കാണാൻ നല്ല കാറ്റും, എന്താ പറയണ്ടേ, നല്ല എന്താ പറയണ്ടേ, റെഡ് കളർ ആയിട്ടുണ്ടായിരുന്നു സൂര്യന്. പിന്നെ അവിടെ നിന്നപ്പോൾ ഒരു നല്ല പപ്പായ മരം കണ്ടു, അതും വീഡിയോ എടുത്ത്. അവിടെയും പോയപ്പോൾ പൂച്ച ഉണ്ട് അപ്പുറത്തെ വീട്ടിൽ, അതിനെയും വീഡിയോ എടുത്ത്. എൻ്റെ മോൾക്ക് എവിടെ പൂച്ചനെ കണ്ടിട്ട് വീഡിയോ കണ്ടൊക്കെ എടുത്താലും അവൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇതെല്ലാം അവൻ്റെ ഗാലറിയിൽ നിന്നാൽ കാണുന്ന വ്യൂ ആണ്. നല്ല ഉണ്ട് കാണാൻ, ഫുൾ തെങ്ങും തോപ്പും മലയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അനിയത്തിൻ്റെ ഭർത്താവ് ജോലിയും കഴിഞ്ഞിട്ട് വരുന്നത് വരെ നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഓറ് വന്നു കഴിഞ്ഞാൽ ഞാൻ ആങ്ങളുടെ കൂടെ വണ്ടിമേലും എൻ്റെ ഇളയ ആങ്ങള അവിടത്തേക്ക് വന്നിന്. എനിക്ക് 2 ആങ്ങളാരും ഒരു അനിയത്തിയാണ് ഉള്ളത്. ഞാനാണ് മൂത്താൾ നമ്മളെ 4 ആളെ കൂട്ടത്തിൽ. അപ്പോൾ ഇളയ ആങ്ങള അവിടെ വന്നു, അവനും ഉണ്ടായിരുന്നു. പിന്നെ അനിയത്തിൻ്റെ ഭർത്താവ് വരുന്നവരെ നമ്മളവിടെ വെയിറ്റ് ചെയ്ത്. ഇതെൻ്റെ കസിൻ്റെ വീടാണ്. അവനും ഭാര്യയും മോനുമാണ് അവിടെ താമസിക്കുന്നത്. അങ്ങനെ ഇവിടെ കുറേ സമയം, ഏറ്റവും കൂടുതൽ നിന്ന് 1 മണിക്കൂറോളം 1.5 മണിക്കൂർ ഈ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് അനിയത്തിൻ്റെ ഭർത്താവ് വന്ന് ചായയെല്ലാം കുടിച്ച് അവിടുന്ന് ഇറങ്ങി. ഇപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അന്നത്തെ ദിവസം ഒരു ദിവസം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർത്തിന്. അങ്ങനെയാണ് എനിക്ക് അന്നത്തെ ദിവസം മനസ്സിലായത്. ഒറ്റ ദിവസമേ ഉള്ളേനു
അല്ല ആ ഒരു ദിവസം ഫുൾ കുറേ നാളായിട്ട് പോയിട്ടൊന്നുമില്ല ഇളയമാരെ വീട്ടിലും പിന്നെ കസിൻ്റെ വീട്ടിലും ആരും കാണലൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അനിയത്തി നമ്മളെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് കുറേ ദൂരമാണ് താമസിക്കുന്നത്. പിന്നെ നമ്മൾ എൻ്റെ ഉമ്മാൻ്റെ വീട് പൂട്ടിയിട്ടതാണ്. അതുകൊണ്ട് ഉമ്മാൻ്റെ വീട്ടിൽ അങ്ങനെ അധികം പോവാറില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് രാത്രി ആയിനെങ്കിൽ അനിയത്തിൻ്റെ വീട്ടിലേക്ക് എത്തും. ഇത് അനിയത്തിൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ എടുത്തൊരു വീഡിയോ ആണേ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഞാൻ നാട്ടിലെത്തിയതിൻ്റെ 2ാമത്തെ ദിവസത്തെ വിശേഷം. ഞാൻ പറയില്ല, കുറച്ച് സമയം ഒരുപാട് കാര്യങ്ങൾ അന്ന് നടന്നിട്ടുണ്ടേനു. മെയിനായിട്ട് എല്ലാ വീട്ടിലും പോയി റാഹത്തായി. അപ്പോൾ ഇതൊക്കെ തന്നെ ഇന്നത്തെ വിശേഷം.